പല്ലുവേദന വരാത്തവർ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏറ്റവും അസഹനീയമായ വേദനയാണ് പല്ലുവേദന. നമുക്കത് താങ്ങാൻ പറ്റില്ല ചില അവസരങ്ങളിൽ. ഇനി പല്ലുവേദന വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകേണ്ട ഈ സാധനം മതി. ഇതിൻ്റെ ഉപയോഗം പറയുന്നതിന് മുൻപ് എനിക്ക് പല്ലുവേദന വന്നിട്ട് ഞാൻ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നില്ല ആദ്യകാലത്ത്. ഏറ്റവും അപകടകരമായ ഈ സാധനമുണ്ടല്ലോ, കർപ്പൂരം. ഇത് പല്ലിൽ വെച്ചു, 2-3 തവണ ഇത് പല്ലിൽ വെച്ചു. അപ്പോഴൊന്നും നമ്മളതിൻ്റെ അപകടങ്ങൾ മനസ്സിലായില്ല. പിന്നീടാണ് പല്ല് ദ്രവിച്ചു തുടങ്ങി. ആ പല്ല് ദ്രവിച്ച് ഇപ്പോഴും അത് കംപ്ലീറ്റ് പോയി ആ പല്ല്. അപ്പോൾ ഇത് വയ്ക്കരുത്. കാര്യം വേദന കുറയും, പക്ഷേ നമ്മുടെ പല്ല് മുഴുവൻ പോകും. പിന്നെ ആൾക്കാർ ഗ്രാമ്പു വയ്ക്കാറുണ്ട് പല്ലിൻ്റെ ഇടയിൽ. അത് ഹാർഡാണ്, അത് പല്ലിന് ദോഷം ചെയ്യും, വേദന കൂടാൻ സാധ്യത വരും. എന്നാൽ ഈ ഗ്രാമ്പൂവിൻ്റെ തന്നെ ഓയിലുണ്ട്, ക്ലോവ് ഓയിൽ. അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, വേദന കുറയും. പക്ഷേ അതിന് വില കൂടുതലാണ്. അതുപോലെ തന്നെ അത് മോണയിലൊക്കെ, നാക്കിലോ മോണയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും ക്ലോവ് ഓയിൽ. അതുകൊണ്ട് അതും നമുക്ക് യോജിക്കുന്നതല്ല. ഞാൻ കാന്താരി മുളക് ചതച്ചെടുത്തിട്ട് പല്ലിൽ വെച്ചിട്ടുണ്ട്, വേദന എടുത്തിട്ട്. വായൊക്കെ പൊള്ളിപ്പോയി. അപ്പോൾ അതും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ പല്ലുവേദന വന്നിട്ട് കണ്ണ് പോലും വീർത്ത്, കണ്ണിൽ നിന്ന് ചൂട് വെള്ളം ഒഴുകി, ചെവി വേദന, ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പല്ലെടുക്കണമെങ്കിൽ വേദനയെല്ലാം മാറി, നീരെല്ലാം മാറിയിട്ട് മതി എന്ന് പറഞ്ഞ് മരുന്ന് തരും. 3-4 ദിവസം നമ്മൾ ആ വേദന സഹിച്ചിട്ട് അവസാനം വേദന മാറുമ്പോൾ പല്ലെടുക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഒരു പേടി. അതാണ് എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ ഇതിന് പരിഹാരമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇത് മറ്റൊന്നുമല്ല, മൂത്ത കുരുമുളകിൻ്റെ തണ്ടാണ്. ഇത് പഴയ കാലത്തും ഉപയോഗിക്കുന്നതാണ്. പല്ലുവേദന മാറുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഉപയോഗം പറയാം, എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. പല്ലുവേദന മാറുക മാത്രമല്ല, ഈ പല്ലിനകത്ത് പുഴുക്കളുണ്ട്. ആദ്യമൊക്കെ ആൾക്കാർ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, പിന്നെ പല്ലിനകത്ത് പുഴുവല്ലേ, അത് നമുക്കൊരു അറയ്ക്കുന്നൊരു മെസ്സേജായിരുന്നു കിട്ടിയത്. പല്ലിൻ്റെ ഉള്ളിലൊക്കെ പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവല്ലേ, നമുക്ക് അറക്കില്ലേ, അത് വായിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ പല്ലിനകത്ത് പുഴുവുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞ് കുറേ ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പിന്നെ ചിലർ രാത്രി പല്ല് തേക്കുന്നു, ചിലർ രാത്രി പല്ല് തേക്കുന്നേ ഇല്ല, വായ കഴുകുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതല്ല, 2 മണിക്കൂർ കഴിയുമ്പോൾ ആഹാരത്തിൻ്റെ അവശിഷ്ടം പല്ലിലിരുന്ന് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളിന്ന് രാവിലെ 8 മണിക്ക് പല്ല് തേക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ച് 9 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് 11 മണിയാകുമ്പോഴേക്കും ആ പല്ലിൽ ഭക്ഷണത്തിൻ്റെ അംശം ഇരിക്കും. നമ്മളെങ്ങനെ വായ കഴുകിയാലും ആ പല്ലിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഇരിക്കും. അതിപ്പോൾ ഇറച്ചി, മത്സ്യം, സാധനമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കൂടുതൽ പുഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ പല്ല് തേക്കലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ പല്ലിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാകും. ഈ അവശിഷ്ടം ചീഞ്ഞ് പുഴുക്കളായിട്ട് മാറും. അത് അവശിഷ്ടം ചീഞ്ഞ് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അത് പുഴുവായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വന്നാണ് ഈ പുഴുക്കൾ കയറിയിട്ടാണ് പല്ലിൻ്റെ ഉള്ളിൽ മജ്ജയിൽ തുറന്ന് ചെല്ലുമ്പോഴാണ് വേദന അനുഭവപ്പെടുന്നത്. പുഴുക്കൾ പല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേദനയൊന്നും തോന്നില്ല. അവൻ പ്രവർത്തിച്ച് അടിയിലേക്ക് ചെന്ന് മജ്ജയിലേക്ക്, ആ മാംസള ഭാഗത്തേക്കൊക്കെ അവൻ്റെ കടി ഏൽക്കുമ്പോഴാണ് നമുക്ക് ഈ പല്ലുവേദന കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ചതയ്ക്കുക, നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കടിച്ചു പിടിക്കുക. എവിടെയെങ്കിലും വല്ല കല്ലിലോ എവിടെയെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ വേറൊരു തണ്ട് കൂടെ എടുത്തിട്ട് അതുപോലെ നന്നായിട്ട് ചതച്ച് കടിച്ചു പിടിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ
നമ്മുടെ വേദന കംപ്ലീറ്റ് പോകും. വായിൽ നിന്ന് കൊഴുപ്പ് പോലെയുള്ള വെള്ളവും നീര് വെള്ളവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് വച്ചാൽ 1 മിനിറ്റിൽ തന്നെ വേദന കുറയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്കായിട്ടാണ് 2 തവണ അത് പിന്നെയും വച്ച് പുറത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വായിലൂടെ വരുന്ന വെള്ളം നമ്മൾ തുപ്പിക്കളയുക ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമൊന്നുമല്ല. പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പഴയ കാലത്തും ഇങ്ങനെയാണ്. കുരുമുളക് അന്ന് എല്ലാ വീടുകളിലൊക്കെ കുരുമുളകുള്ള കാലഘട്ടമാണ്. ഇന്നല്ലേ മുളകൊന്നും ഇല്ലാത്തത്. 2-3 സെൻറ്റിൽ ആരും കുരുമുളക് നടാനാണ്. അപ്പോൾ ഈ കാലത്ത് അങ്ങനെ എല്ലാ വീടുകളിലും ഇല്ല. അന്ന് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ കർപ്പൂരം ഇതിന് ഉപയോഗിക്കരുത്, അപകടമാണ്. തീർച്ചയായിട്ടും ഇത് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ താഴെ ഓൾ ഓപ്ഷൻ വരും. ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ കൂടുതലും ഈ കുരുമുളക് തണ്ടിനെ പറ്റിയല്ല, മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള അപകടമാണ് കൂടുതൽ പറഞ്ഞത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇത് മാത്രം ഉപയോഗിക്കുക. എപ്പോഴും ആശുപത്രി പോകുന്നത് നല്ലതല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.